നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ യുവനടി നടൻ സിദ്ദിഖിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേസും വിവാദവുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നടിയുടെ പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദീഖ് രാജിവെച്ചിരുന്നു. ഗുരുതര ആരോപണങ്ങളാണ് നടി സിദ്ദീഖിനെതിരെ നടത്തിയത്. +2 കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി സിദ്ദീഖ് ബന്ധപ്പെട്ടിരുന്നു. പീഡന കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടാവുന്നത്. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. എന്നാൽ അന്വേഷണ സംഘം സിദ്ദീഖിന്റെ മകൻ ഷഹീനെയും സുഹൃത്തുക്കളുടെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. കുടുംബത്തിന്റെ മാനം കപ്പലേറ്റുന്ന അവസ്ഥയായിരുന്നു കുറച്ചു ദിവസങ്ങളായി സിദ്ദീഖിന്റെ കുടുംബം അനുഭവിച്ചത്. സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ പ്രതികരണവുമായി മകൻ ഷഹീൻ സിദ്ദീഖ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പടച്ചവൻ പ്രാർത്ഥന കേട്ടെന്ന് ഷഹീൻ സിദ്ദീഖ് പറഞ്ഞു. എന്നാൽ കോടതി തീരുമാനം വലിയ ആശ്വാസം നൽകുന്നതല്ലെന്നും ഷഹീൻ പ്രതികരിക്കുന്നുണ്ട്. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ സംസാരിക്കാനാകില്ലെന്നും പ്രതികരിക്കാൻ പരിമിതികളുണ്ടെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. വക്കീലുമായി സംസാരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും ഷഹീൻ കൂട്ടിച്ചേർത്തു. അതേസമയം ജാമ്യം കിട്ടിയതിന് പിന്നാലെ സിദ്ദീഖും കുടുംബവും ഇപ്പോഴത്തെ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. പിന്നാലെ നടനും കുടുംബത്തിനുമെതിരെ നിരവധി കഥകളാണ് പ്രചരിച്ചത്. സിദ്ദീഖ് ഭാര്യയുമായി പിരിഞ്ഞെന്നും ഭാര്യ സീമ പിണങ്ങി വീട് വിട്ടുപോയെന്നുമാണ് വാർത്തകൾ പരന്നത്. കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ തല ഉയർത്താനാവാത്ത അവസ്ഥയിലാണെന്നും വാർത്തകളുണ്ട്. നാണക്കേട് കൊണ്ട് നിവർന്നു നിൽക്കാൻ കുടുംബത്തിനാകുന്നില്ലെന്നും എല്ലാവർക്കും മുന്നിൽ തല കുനിക്കുന്ന വിധം തകർന്നു പോയെന്നും പറയപ്പെടുന്നു. ഇനി നഷ്ടപ്പെട്ടു പോയ മാനം കുടുംബത്തിന് തിരിച്ചു കിട്ടില്ലെന്നോർത്ത് കുടുംബം തകർന്നു പോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം മകൻ ഷഹീൻ നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ 62ാം പിറന്നാളായിരുന്നു. നടൻ കേസിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ കൂടിയും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സിദ്ദീഖിന് പിറന്നാൾ ആശംസകളുമായി എത്തിയിരുന്നു. സിദ്ദീഖിന്റെ 2ാമത്തെ മകനും യുവനടനുമായ ഷഹീനും ആശംസകൾ നേർന്നെത്തിയിരുന്നു. ഷഹീന്റെ പെൺകുഞ്ഞിന്റെ നൂലുകെട്ടി ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടാണ് മകൻ പിതാവിന് ആശംസകൾ നേർന്നത്. പിറന്നാൾ ആശംസകൾ വാപ്പച്ചിയെന്നാണ് ഷഹീൻ കുറിച്ചത്. പേരക്കുട്ടിയെ കൈകളിൽ എടുത്ത് കൊഞ്ചിക്കുന്ന സിദ്ദീഖിനെ ചിത്രങ്ങളിൽ കാണാം. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ഷഹീൻ തനിക്കും ഭാര്യ അമൃതദാസിനും പെൺകുഞ്ഞ് പിറന്നെന്ന വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. ഈ ചിത്രം വൈറലായതോടുകൂടി സിദ്ദീഖിനോട് കുടുംബക്കാർക്ക് ദേഷ്യമില്ലെന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നു. ഷഹീന്റെ കുഞ്ഞിന് ദുവാ ഷഹീൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സിദ്ദീഖിന്റെ മൂത്ത മകൻ സാപ്പിയുടെ അകാല വേർപാടിന്റെ വേദനയിലായിരുന്ന കുടുംബത്തിന് സാന്ത്വനമായാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്നത്. സിദ്ദീഖിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് ഷഹീന്റെ മകൾ. 2 കുഞ്ഞിക്കാലുകളാൽ ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു. ദുവാ ഷഹീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മകളുടെ കാലിൽ വിവാഹമോതിരങ്ങൾ അണിയിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കിട്ട് കുഞ്ഞു പിറന്ന വിവരം അമൃത അറിയിച്ചത്. വാപ്പച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഷഹീൻ ഓഫ് ചെയ്തിട്ടായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്കാണ് സുപ്രീം കോടതി തടഞ്ഞത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചതിനെ തുടർന്നാണ് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്ന് സിദ്ദീഖിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചു. പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ കേസിൽ മറ്റ് തെളിവുകളില്ലെന്നും സിനിമയിലെ ചേരിപ്പോരിന്റെ ഭാഗമാണ് പരാതിയെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വിചാരണ കോടതി വയ്ക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. താരത്തിനെതിരെ പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദം കണക്കിലെടുത്താണ് സിദ്ദീഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞത്. സംസ്ഥാന സർക്കാർ 8 വർഷമായി എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ആരാഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്നും സുപ്രീം കോടതി സിദ്ദീഖിനോട് നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ കോടതി ശാസിക്കുകയും ചെയ്തിരുന്നു. കേസുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.